ഞാനിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നമുക്കൊരു മാരേജ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നെന്ന്. അപ്പോൾ മാരേജ് ഫംഗ്ഷൻ്റെ വീഡിയോസൊക്കെ നമുക്ക് കാണാം കേട്ടോ. വരണ്ട് സാരി ഉടുത്തിട്ടില്ലേ ഇങ്ങനെയൊന്നും നടന്നില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഈ സ്ഥലമെല്ലാം കാണാൻ നല്ല പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നല്ല വെയിലും ഉണ്ടായിരുന്നു അതിനനുസരിച്ച്. ആദ്യം മുമ്പിൽ കൂടി ഒരു മഞ്ഞക്കിളി പോകുന്നുണ്ട്. പോകുന്നത് അച്ചുവാണ് കേട്ടോ. അപ്പോൾ ഇത് കാണുന്നതാണ് മണവാളൻ കേട്ടോ നമ്മുടെ. ഹായ് മണവാള. ഈ കണ്ടതെല്ലാം നമ്മുടെ ഫാമിലി മെമ്പേഴ്സാണ് കേട്ടോ. അപ്പോൾ അവർ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞ പോലെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഇതാണ് നമ്മുടെ മണവാട്ടി കുറച്ച് തിരക്കിലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ എത്തിയതുകൊണ്ട് തന്നെ നമ്മൾ കുറേ നേരം അമ്പലത്തിൽ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കണമായിരുന്നു. ആന ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടിട്ട് പിള്ളേർക്കാണെങ്കിലും നമുക്കാണെങ്കിലും ഒക്കെ അതൊരു ഭയങ്കര ഒരു കാണാൻ കൗതുകമുള്ളൊരു കാര്യമായിട്ട് തോന്നി. അങ്ങനെ കുറേ നേരം നമ്മൾ അമ്പലത്തിൽ ഇങ്ങനെ ചിലവഴിച്ചു. നമ്മൾ ചെറുക്കൻ്റെ വീട്ടുകാർ കുറച്ച് നേരത്തെ എത്തിയത് കൊണ്ടിട്ട് കുറച്ചധികം നേരം തന്നെ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നിരുന്നു. പിന്നെ ഇത് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അനിയത്തിയുടെ ഹസ്ബൻഡിൻ്റെ ട്വിൻ ബ്രദറാണ് കേട്ടോ കല്യാണ ചെക്കൻ. എൻ്റെ അനിയത്തിനെയും ഹസ്ബൻഡിനെയും നമ്മൾ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലെന്ന് എനിക്കറിയാം, നമ്മുടെ വീഡിയോസിൽ കൂടി കാണാറുള്ള. എന്നാലും ആ റെഡും പച്ചയും കോമ്പിനേഷനിൽ വരുന്ന സാരി ഉടുത്തതാണ് എൻ്റെ അനിയത്തി. അവിടെ കൂടെ തന്നെ ഒരു ലൈറ്റ് യെല്ലോ കളറിലെ ഷെയ്ഡും മുണ്ടും കൊടുത്ത് നിൽക്കുന്നതാണ് അനിയൻ. കൂടാതെ തന്നെ അവരുടെ തന്നെ കസിനാണ് ഡാർക്ക് യെല്ലോ കളറിലെ കുർത്തിയും ഒരു മഞ്ഞക്കിളി എന്ന് പറഞ്ഞ് നേരത്തെ വിളിച്ചില്ലേ ഞാൻ, അച്ചു. അവർ രണ്ടുപേരും ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. അപ്പോൾ അവർ ഉണ്ണിയുടെ കസിൻസ് തന്നെയാണ്. നമ്മളെല്ലാവരും ഏജ് വൈസ് ഏകദേശം ഒരേപോലെ വരണോണ്ടിട്ട് എല്ലാവരും വാടാപോട ബന്ധമാണ് കേട്ടോ. ഇവൻ്റെ പേര് അമല എന്നാണ് കേട്ടോ. അമലാണ് കുഞ്ഞിനെ തല കഴിക്കുന്നത്. നിങ്ങൾ കണ്ടില്ലേ ആൽമരത്തിന് ചുറ്റിനും ഒരു കുഞ്ഞു കുടങ്ങൾ വെച്ചിരിക്കുന്നത്. അതിനകത്ത് നിറയെ വെള്ളമുണ്ട്. ആ വെള്ളം കൊണ്ടിട്ട് കുഞ്ഞുങ്ങളുടെ തല കഴുകിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ അസുഖങ്ങൾ മാറാനും പിന്നെ മുടി വളരാനും ഒക്കെ നല്ലതാണെന്നാണ് നമ്മളവിടെ പറഞ്ഞു കേട്ടത്. എന്താണ് കൃത്യം എന്ന് എനിക്കറിയാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് പിള്ളേരുടെ തല കൊണ്ടൊന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. അവിടെ അതൊരു നേർച്ച പോലെ ചെയ്യണതാണ് കേട്ടോ. മുഹൂർത്തത്തിനുള്ള സമയമായപ്പോൾ നമ്മുടെ കല്യാണപ്പെണ്ണ് മണ്ഡപത്തിലേക്ക് എത്തി കേട്ടോ. പാർവതി എന്നാണ് കേട്ടോ അവളുടെ പേര്. നമ്മളെല്ലാം പാറു എന്നാണ് വിളിക്കുന്നത്. ഒരുപാട് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം അവരൊന്നായിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിൽ നമ്മൾക്ക് ഫുഡ് പറഞ്ഞിരുന്നു വെച്ചത് കെട്ടി നടന്ന അമ്പലത്തിൽ നിന്നും കുറച്ച് ദൂരെ ആയിരുന്നു. അപ്പോൾ നമ്മൾ അവിടേക്ക് പോയി ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേനും മണവാട്ടിയും മണവാളനൊക്കെ റെഡിയായിട്ട് ഹാളിലേക്ക് ഓഡിറ്റോറിയത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവരുടെ ഫോട്ടോ എടുക്കലൊക്കെ ആയിരുന്നു. ഞാൻ ഓൾറെഡി ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് റിനോ ചേട്ടൻ പള്ളുരുത്തിയിലാണ്. ചേട്ടനാണ് ഇവരുടെ വീഡിയോസ് കാര്യങ്ങളെല്ലാം എടുത്തത്. അപ്പോൾ നമ്മുടെ കല്യാണ വീഡിയോ ഇവിടെ അവസാനിക്കുന്നതാണ്. അവരുടെ ഒരു പുതിയ ലൈഫാണ് അവരിവിടെ തുടങ്ങുന്നത്. അപ്പോൾ അവർക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം എന്നും കൂടെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം കേട്ടോ.